നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിലേക്ക് സ്വാഗതം. ഭാരതത്തിന്റെ അതിഥിയായി വന്ന ഒരു കപ്പല് നമ്മുടെ അയൽവക്കത്ത് വെച്ച് തകർക്കപ്പെട്ടു. തീർച്ചയായിട്ടും ഏതൊരു ഭാരതീയന്റെയും രക്തം തിളയ്ക്കുന്ന വാർത്തയാണിത്. എന്നാൽ ഒരു രാജ്യം ഭരിക്കുന്നത് വികാരങ്ങൾ കൊണ്ടല്ല, മറിച്ച് വിവേകവും നിയമങ്ങളും കൊണ്ടാണ്. അമേരിക്കൻ അന്തർവാഹിനി ഇറാനിയൻ കപ്പലായ ഐറിസ് ഡേനയെ തകർത്ത സംഭവത്തിൽ ഇന്ത്യ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ഈ വിഷയത്തിലെ അന്താരാഷ്ട്ര നിയമങ്ങളും സമുദ്ര ഉടമ്പടികളും ഇന്ത്യയുടെ നയതന്ത്ര തന്ത്രങ്ങളും നമുക്ക് ആഴത്തിലൊന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സംഭവം നടന്ന സ്ഥലത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഉടമസ്ഥാവകാശം, അതായത് ആരുടെ കടലിലാണ് ആക്രമണം നടന്നത്. ആക്രമണം നടന്നത് ശ്രീലങ്കയിലെ ഗാലെ തീരത്ത് നിന്ന് 40 നോട്ടിക്കൽ മൈൽ അകലെയാണ്. ഇവിടെയാണ് നമ്മൾ അൺക്ലോസ് എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ദി ലോ ഓഫ് ദ സീ അഥവാ ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര നിയമം മനസ്സിലാക്കേണ്ടത്. ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് പറയുന്നത് 12 നോട്ടിക്കൽ മൈൽ, അതായത് ഒരു രാജ്യത്തിൻ്റെ തീരത്ത് നിന്നും 22 കിലോമീറ്റർ വരെയുള്ള കടൽ ആ രാജ്യത്തിൻ്റെ സ്വന്തം ഭൂമി പോലെയാണ്. അവിടെ അനുവാദമില്ലാതെ മറ്റൊരു രാജ്യത്തിൻ്റെ യുദ്ധക്കപ്പൽ വരുന്നതും അധിനിവേശമാണ്. എന്നാൽ ആക്രമണം നടന്നത് ഈ പരിധിയിലല്ല. രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ, 200 നോട്ടിക്കൽ മൈൽ വരെ എന്ന് പറഞ്ഞാൽ തീരത്ത് നിന്ന് 370 കിലോമീറ്റർ വരെയുള്ള മേഖലയെ പ്രത്യേക സാമ്പത്തിക മേഖല എന്ന് വിളിക്കുന്നു. ഐറിസ് ഡേന തകർക്കപ്പെട്ടത് ശ്രീലങ്കയുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിലാണ്. പക്ഷെ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഈ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ആ കടലിലെ മീൻ പിടിക്കാനും എണ്ണ ഖനനം ചെയ്യാനുമുള്ള അവകാശം മാത്രമാണ്. അല്ലാതെ ആ കടലിൻ്റെ മുകളിലുള്ള വെള്ളം ആരുടെയും സ്വന്തമല്ല. അതിനെ ഹൈസീസ് അഥവാ രാജ്യാന്തര സമുദ്രം എന്നാണ് നിയമപരമായിട്ട് വിളിക്കുന്നത്. അവിടെ ഏത് രാജ്യത്തിൻ്റെയും കപ്പലുകൾക്ക് സഞ്ചരിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആക്രമണം ഇന്ത്യയുടെയോ ശ്രീലങ്കയുടെയോ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമല്ല, മറിച്ച് 2 ശത്രു രാജ്യങ്ങൾ അന്താരാഷ്ട്ര മേഖലയിൽ വെച്ച് ഏറ്റുമുട്ടിയതാണ്. അപ്പം ന്യായമായിട്ട് ഒരു ചോദ്യം വരും, എന്തുകൊണ്ട് അമേരിക്കയ്ക്കെതിരെ യുദ്ധക്കുറ്റം ചുമത്തിക്കൂടാ? ഇതിനുള്ള ഉത്തരം സാൻ റെമോ മാനുവൽ എന്ന അന്താരാഷ്ട്ര നിയമരേഖയിലുണ്ട്. ഈ നിയമത്തിലെ ആർട്ടിക്കിൾ 10 പ്രകാരം 2 രാജ്യങ്ങൾ തമ്മിൽ ഔദ്യോഗികമായി യുദ്ധം നടക്കുമ്പോൾ, ഇപ്പോഴത്തെ ഈ കേസിലാണ് അമേരിക്കയും ഇറാനും തമ്മിൽ ഇപ്പോൾ യുദ്ധത്തിലാണല്ലോ, അവർക്ക് ശത്രുവിൻ്റെ സൈനിക കപ്പലുകളെ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് വെച്ചും ആക്രമിക്കാം. നിഷ്പക്ഷ രാജ്യങ്ങളുടെ, അതായത് ന്യൂട്രൽ സ്റ്റേറ്റ്സിൻ്റെ സമുദ്രാതിർത്തിയിൽ വെച്ച് എന്ന് പറഞ്ഞാൽ 12 നോട്ടിക്കൽ മൈൽ പരിധിയിൽ മാത്രമേ ആക്രമണം പാടില്ലാത്തതുള്ളൂ. ഐറിസ് ഡേന തകർക്കപ്പെട്ടത് ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഈ 12 മൈൽ പരിധിക്ക് പുറത്തായതുകൊണ്ട് നിയമപരമായിട്ട് അമേരിക്കയ്ക്ക് ആക്രമണം നടത്താൻ അവകാശമുണ്ട്. ഇതിനെതിരെ ഇന്ത്യ പ്രതികരിച്ചാൽ ഇന്ത്യ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് ലോകരാജ്യങ്ങൾ കരുതും. പിന്നെ നമ്മുടെ ചില ആളുകൾ ഉന്നയിക്കുന്ന വൈകാരികമായ ഒരു വാദമാണ് ഇറാൻ നമ്മുടെ അതിഥിയായിരുന്നു എന്നുള്ളത്. ഇതിന് നമുക്ക് ചരിത്രപരമായ ചില കണക്കുകളും കൂടിയൊന്ന് നോക്കാം. ലോകത്ത് പ്രതിവർഷം 100 കണക്കിന് നാവികാഭ്യാസങ്ങൾ നടക്കാറുണ്ട്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ നാവികാഭ്യാസത്തിന് ക്ഷണിക്കുന്നത് ആ ചടങ്ങ് നടക്കുന്ന സമയത്തെ സുരക്ഷ കൊടുക്കാമെന്നുള്ള ഉറപ്പിന്മേലാണ്. വിശാഖപട്ടണത്ത് ഐറിസ് ഡേന ഉണ്ടായിരുന്നപ്പോൾ ഇന്ത്യ അവർക്ക് പൂർണ്ണ സുരക്ഷ നൽകി. എന്നാൽ ആ കപ്പൽ ഇന്ത്യയുടെ പരിധി വിട്ട് പുറത്തു പോയാൽ അതിൻ്റെ സുരക്ഷാ ചുമതല അതാത് രാജ്യങ്ങൾക്ക് തന്നെയാണ്. ചരിത്രപരമായ ഒരു ഉദാഹരണം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1988 ഓപ്പറേഷൻ പ്രയിങ് മാന്റിസ് സമയത്ത് അമേരിക്ക ഇറാനിയൻ കപ്പലുകളെ തകർത്തിട്ടുണ്ടായിരുന്നു. അന്നൊരു യുദ്ധമോ ഒന്നും നടക്കുന്നില്ലാത്തൊരു സമയമാണ്. അതുപോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ അതിഥിയായി വന്നു എന്നുള്ളത് കൊണ്ട് ആ രാജ്യം ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇന്ത്യ ഉത്തരവാദിയാകാനായിട്ട് കഴിയില്ല. ഒരു ഉദാഹരണമായിട്ട്, നമ്മുടെ വീട്ടിൽ വന്ന ഒരു അതിഥി തിരികെ പോകുമ്പോൾ പബ്ലിക് റോഡിൽ വെച്ച് അയാളുടെ ശത്രുവുമായിട്ട് ഏറ്റുമുട്ടിയാൽ അതിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ഇനിയെങ്ങാനും ഇറാൻ കപ്പലിന് എക്സ്കോർട്ട് പോകാനായിട്ട് ഇന്ത്യൻ നേവി തീരുമാനിച്ചിരുന്നെങ്കിൽ ഇന്ത്യ ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്കെതിരെ ഔദ്യോഗികമായി ചേരുന്നു എന്ന് വരില്ലേ? അത് ഇന്ത്യയുടെ നിഷ്പക്ഷ നയത്തിന് വിരുദ്ധമല്ലേ? അതും പോട്ടെ, ഇന്ത്യ എങ്ങാനും അമേരിക്കയ്ക്കെതിരെ നടപടിയെടുത്താൽ എന്ത് സംഭവിക്കും? നമുക്ക് ചില ഞെട്ടിക്കുന്ന കണക്കുകളും കൂടി ഒന്ന് പരിശോധിക്കാം. ഒന്നാമത്തേത് എനർജി സെക്യൂരിറ്റി, എണ്ണ സുരക്ഷ. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ 80% നടക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കൂടെയാണ്.
ഇവിടെ ഒരു അസ്ഥിരത ഉണ്ടായാൽ പെട്രോൾ വില 200 രൂപ കടക്കും ലിറ്ററിന്. ഇത് സാധാരണക്കാരൻ്റെ കുടുംബ ബഡ്ജറ്റ് പോലും തകർക്കും. അതുപോലെ മിഡിൽ ഈസ്റ്റിൽ ഏകദേശം 90 ലക്ഷം ഇന്ത്യക്കാരുണ്ട്. അതിൽ പകുതിയോളം മലയാളികളുമാണ്. ഗൾഫ് മേഖല ഒരു വലിയ യുദ്ധക്കളമായാൽ നമ്മുടെ പ്രവാസികളെ അവിടെ നിന്ന് ഒഴിപ്പിക്കേണ്ടി വരും. ഇത് കേരളത്തിൻ്റെ പോലും സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലൊടിക്കും. അതുപോലെ തന്നെ അമേരിക്കയുടെയോ ഇറാൻ്റെയോ ശത്രുക്കൾ ഇന്ത്യയുടെ ശത്രുക്കളാകണമെന്നില്ല. ഇന്ത്യ ഒരു രാജ്യവുമായിട്ടും സൈനിക കരാറുകളിൽ ഒപ്പുവെച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര സമുദ്രത്തിൽ ശത്രുക്കൾ യുദ്ധം ചെയ്യുമ്പോൾ അതിൽ ഇടപെടാനോ, അത് ഇറാനായാലും അമേരിക്കയായാലും അവർക്ക് വേണ്ടി വാദിക്കാനോ അല്ലെങ്കിൽ അവരെ തടയാനോ ഇന്ത്യക്ക് യാതൊരു നിയമപരമായോ ധാർമ്മികമായോ ആയ ബാധ്യത ഇല്ല. ഇതാണ് യഥാർത്ഥമായ സ്ട്രാറ്റജിക് ഓട്ടോണമി. പിന്നെ മറ്റൊരു ശക്തമായ ആർഗ്യുമെൻ്റ് ഉയർന്നു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ സുരക്ഷാ ചുമതല ഇന്ത്യക്കാണ് എന്നൊക്കെ പറയുമ്പോൾ അത് കടൽ കൊള്ളക്കാരെ നേരിടാനും കള്ളക്കടത്ത് തടയാനും സുനാമി പോലെയുള്ള ദുരന്തങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്താനും മാത്രമുള്ളതാണ്. അല്ലാതെ വൻശക്തികൾ തമ്മിലുള്ള യുദ്ധത്തിൽ ലോക പോലീസ് ചമഞ്ഞ് ലാത്തി വീശാനുള്ളതല്ല. ഇന്ത്യൻ നാവികസേനയുടെ പണി ഇന്ത്യയുടെ വാണിജ്യ കപ്പലുകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്, അല്ലാതെ അമേരിക്കയുടെയോ ഇറാൻ്റെയോ കണക്കുകൾ തീർക്കുക എന്നുള്ളതല്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുമായിട്ടുള്ള ബന്ധം വേറെ, ഇറാനുമായിട്ടുള്ള ബന്ധം വേറെ. ഇറാനിലെ ചാബഹാർ തുറമുഖം വഴി ഇന്ത്യക്ക് മധ്യേഷ്യയിലേക്ക് വലിയ വ്യാപാര താല്പര്യങ്ങളുണ്ട്. അമേരിക്കയ്ക്ക് വേണ്ടി ഇന്ത്യ ഇറാനെ തള്ളിപ്പറയില്ല. അതുപോലെ ഇറാൻ കപ്പൽ തകർന്നതിൻ്റെ പേരിൽ ഇന്ത്യ അമേരിക്കയുമായിട്ടുള്ള സഖ്യവും ഉപേക്ഷിക്കില്ല. സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് രണ്ട് രാജ്യങ്ങളുമായിട്ടും ഒരേ സമയം ബന്ധം പുലർത്തുന്നതാണ് ഇന്ത്യയുടെ വിദേശകാര്യ നയത്തിൻ്റെ വിജയം. ഇതിനു മുമ്പ് നമ്മുടെ വിദേശകാര്യമന്ത്രി ശ്രീ എസ് ജയശങ്കർ യൂറോപ്യൻ രാജ്യങ്ങളോട് വളരെ ശക്തമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. യൂറോപ്പിൻ്റെ പ്രശ്നങ്ങൾ ലോകത്തിൻ്റെ മുഴുവൻ പ്രശ്നങ്ങളാണെന്ന ചിന്ത അവർ മാറ്റണം. അതുതന്നെയാണ് ഈ മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിലും ഇന്ത്യയുടെ നിലപാട്. ഗൾഫിലെ പ്രശ്നങ്ങൾ ഗൾഫിൻ്റേത് മാത്രമാണ്. അത് ഇന്ത്യയുടെ പ്രശ്നമാക്കി മാറ്റി നമ്മുടെ 140 കോടി ജനങ്ങളുടെ സമാധാനവും സാമ്പത്തിക വളർച്ചയും ഇല്ലാതാക്കാനായിട്ട് നമ്മുടെ സർക്കാരിന് യാതൊരു ഉദ്ദേശവുമില്ല. അതുപോലെ തന്നെ ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചില്ല എന്നുള്ളതും വളരെ തെറ്റായ ഒരു പ്രചാരണമാണ്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇതിനോടകം തന്നെ ചില കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ ഒരു തുറമുഖവും ഈ ആക്രമണത്തിന് അമേരിക്ക ഉപയോഗിച്ചിട്ടില്ല. ഇന്ത്യ ഈ യുദ്ധത്തിൽ ഒരു പക്ഷത്തുമില്ല. നയതന്ത്ര തലത്തിൽ ഈ മേഖലയിലെ സമാധാനം ഉറപ്പാക്കാനായിട്ട് ഇന്ത്യ ലോകരാജ്യങ്ങളുമായിട്ട് സംസാരിക്കുന്നുമുണ്ട്. ഇതാണ് യഥാർത്ഥ നയതന്ത്രം. ഒച്ചപ്പാടുണ്ടാക്കി പ്രശ്നങ്ങൾ വഷളാക്കുന്നതല്ല, മറിച്ച് രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നിശബ്ദമായിട്ട് കരുക്കളും നീക്കുന്നതാണ് പക്വതയുള്ള ഒരു ഭരണം. സുഹൃത്തുക്കളെ, വൈകാര്യമായിട്ട് ചിന്തിച്ചാൽ നമുക്ക് പലതും പറയാം. എന്നാൽ രാജ്യം ഭരിക്കുമ്പോൾ യുക്തിയും നിയമങ്ങളുമാണ് പ്രധാനം. അമേരിക്ക ചെയ്തത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു സൈനിക നീക്കമാണ്. അതിൽ ഇന്ത്യ ഇടപെടുന്നത് നമ്മുടെ സുരക്ഷയും സമ്പദ് വ്യവസ്ഥയും അപകടത്തിലാക്കുകയും ചെയ്യും. നമ്മുടെ പല മാധ്യമങ്ങളിലൊക്കെ ആരോപണങ്ങൾ വരുന്നത് പോലെ ഇന്ത്യ ആർക്ക് മുമ്പിൽ കീഴടങ്ങിയിട്ടൊന്നുമില്ല. മറിച്ച് 140 കോടി ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി ഏറ്റവും ബുദ്ധിപരമായ നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനോട് അനുകൂലമായാലും എതിരായാലും താഴെ രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.